നിങ്ങളെ നിയന്ത്രിക്കുന്നവരൊക്കെ തന്നെ യുവ പണ്ഡിതന്മാരും എല്ലാവരും ഉണ്ട് ഇവിടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരും ഒക്കെ തന്നെ ഈ സൂഫി ധാരകളെക്കുറിച്ചൊക്കെ അഗാധമായ അറിവുള്ള ആളുകളാണ്. അവരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എടശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയിട്ട് സൂചി വെക്കുന്നത് പോലൊരു പണിയാവും എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ ഈ സൂഫി ധാരകളോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഞാനങ്ങനെ എൻ്റെ ഒരു മതം അങ്ങനെ നിർവചിക്കാത്ത ഒരാളാണ്. ബുദ്ധപാതയിലൂടെയാണ് ഏറെ വർഷങ്ങളായി ബുദ്ധദർശനങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനോടുള്ള ഇഷ്ടം പോലെ തന്നെ പ്രവാചക തിരുമേനിയോടും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബുദ്ധമതത്തിലൂടെ സഞ്ചരിച്ചതുപോലെ പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് സൗദി അറേബ്യയിലൂടെ ഞാൻ നടത്തിയ ഒരു യാത്രയാണ് നേരത്തെ റിസാലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മരുഭൂമിയിലെ തേനറകൾ എന്ന് പറയുന്ന പുസ്തകം. ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ പല പണ്ഡിതന്മാരും സഞ്ചരിക്കാത്ത അത്ര സൂഫികളുടെ ഖബർസ്ഥാനിലൂടെ യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് ഒരു സോഷ്യോ ആന്ത്രോപോളജിക്കലായിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ യാത്ര ചെയ്ത അജ്മീറിൽ ഞാൻ പോയിട്ടുണ്ട്. പലതവണ ഞാൻ അജ്മീറിൽ പോയിട്ടുണ്ട്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളുടെ കബറിടം കണ്ടിട്ടുണ്ട്. അത് വലിയൊരു സംഭവമല്ലേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന, ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇന്ത്യയിൽ സൂഫികളുടെ, ഞാനിപ്പോൾ വലിയൊരു സൂഫി വര്യൻ്റെ ഖബർസ്ഥാനമുള്ളതാണ് അൻഡമാൻ. അദ്ദേഹം സ്വാതന്ത്ര്യസമര പോരാളി കൂടിയാണ്. ഇന്ത്യയിലെ പല ഭാഗത്തും ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതര മതസ്ഥരായ ആളുകൾ ഈ സൂഫികളുടെ ഖബറിടം സന്ദർശിക്കാനായിട്ട് വരും. അതിനൊരു കാരണമുണ്ട്. അതവർ ജീവിച്ച കാലഘട്ടത്തിലും അവർ കാണിച്ചു കൊടുത്ത സാമുദായിക മൈത്രിയാണ് ഇതിനൊരു കാരണം. സൂഫി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ. അറബിയിൽ അതിൻ്റെ നിഷ്പത്തി ഏറെക്കുറെ കമ്പിളി പുതപ്പ് എന്ന അർത്ഥത്തിലാണത് വരിക. പക്ഷേ വളരെ മിസ്റ്റിക്കുകളായിട്ടുള്ള ഇസ്ലാമികമായ ധ്യാന പാരമ്പര്യത്തിൻ്റെ ഇതിലൂടെ സഞ്ചരിക്കുന്ന മിസ്റ്റിക്കുകളായിട്ടുള്ള അതീത സങ്കല്പങ്ങൾ പുലർത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ സൂഫികളെന്ന് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഈ സൂഫിസം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ധാരകളെയും അത് സ്വാധീനിച്ചതായിട്ട് കാണാൻ പറ്റും. സൂഫി പോയട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഖവാലി ഇതിലൊക്കെ തന്നെ ഈ ഖവാലി സംഗീതം ഇതിലൊക്കെ തന്നെ ഈ സൂഫി സംഗീതത്തിൻ്റെ അംശങ്ങളുണ്ട്. അവർ സവിശേഷമായി ഗാനങ്ങൾ ആലപിക്കുകയും സവിശേഷമായ വാദ്യോപകരണങ്ങൾ എടുത്തിട്ട് ചെയ്യും. സംഗീതത്തോടുള്ള ഇഷ്ടം, ഈ പ്രവാചകന് സംഗീതത്തോട് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രവാചകന് സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് ബിലാലിനെ ആദ്യത്തെ പങ്ക് വിളിക്ക് നിയോഗിക്കുന്നതും കപാലയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ബിലാൽ പിന്നീട് മക്ക വിജയം കഴിഞ്ഞപ്പോൾ ബിലാൽ പങ്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രവാചകന്റെ കൽപ്പന അനുസരിച്ചാല്. ആ പ്രവാചകൻ ബിലാൽ എന്ന് പറയുന്ന കറുത്തവൻ്റെ കണ്ടത്തിലെ അസാധാരണമായ സംഗീതത്തിൻ്റെ മുഴക്കം ദർശിച്ചു എന്നതുകൊണ്ട് കൂടിയാണ്. അത് പിന്നെ പോയട്രിയിലൊക്കെ ഇങ്ങനെ വളരെ സുഫി മ്യൂസിക്, ചില സവിശേഷമായ നൃത്ത രൂപങ്ങൾ ഒക്കെ ആയിട്ടത് മറന്നു കാണാം. ഇതിലുണ്ടെന്നുള്ള അതിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട്. ഈ അനന്തതയെക്കുറിച്ചുള്ള ഒരു വലിയ സങ്കല്പം അതിലുണ്ട്. അനന്തത, ദൈവം അല്ലെ, അരൂപിയാണ് അല്ലെ. ജെൻഡറുണ്ടോ? ജെൻഡറില്ല. ജെൻഡറൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അല്ലെ. പടച്ചവന്റെ ജെൻഡർ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല. രൂപ ഇല്ലല്ലോ, അരൂപിയാണ്, അദൃശ്യനാണ് അല്ലെ.
അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അല്ലേ? കവിവചന അനന്തതയെക്കുറിച്ചുള്ളൊരു സങ്കല്പം അല്ലേ? ഞാൻ എപ്പോഴും പറയും, ഏറ്റവും മനോഹരമായ നമസ്കാരം പള്ളിയിലെ നമസ്കാരം ഒന്നുമില്ല കേട്ടോ. ഞങ്ങളെ പള്ളീനെ കുറച്ച് കാണുന്ന വേണ്ടി അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പള്ളിയിലെ നമസ്കാരമല്ല, എന്താ, അനന്ത ദൂരങ്ങളെങ്ങനെ നോക്കിയിട്ട് അല്ലേ, ഭൂവിശാലതയിലുള്ള നമസ്കാരമല്ലേ, മരുഭൂമിയിലുള്ള യാത്രക്കിടയിലുള്ള ഒരു നമസ്കാരമുണ്ട്. അതൊക്കെ അനന്തതയുടെ വലിയ സങ്കല്പം കടന്നു വരും അല്ലേ? വലിയൊരു വല്ലാത്തൊരു, അതൊരു വാസ്റ്റ്നെസ്സിൻ്റെ ഒരു വല്ലാത്തൊരു തരം ബ്യൂട്ടി ഉണ്ടല്ലോ, അത് മുഴക്കമുണ്ട്. ആ സംഗീതത്തിൽ കാണാം. ബിജാപ്പൂരിലൊക്കെ പോയ കുട്ടികളുണ്ടോ? അവിടെ ബിജാപ്പൂർ പോയിട്ടോ? ഗോൽകുംബസ് പോയിട്ടോ? പോണം കേട്ടോ. എപ്പോഴെങ്കിലും ബിജാപ്പൂരിലെ ഗോൽകുംബസിൽ പോകും. ഗോൽകുംബസ് പോയിട്ട് ഈ കുബ്ബയുടെ അടിയിൽ, കുബ്ബ ഇങ്ങനെയല്ലോ അല്ലോ, ഈ കുബ്ബ എന്താണെന്നറിയോ? എന്താ അത്? എന്തിൻ്റെ പ്രതീകമാണ് കുബ്ബ? ആർക്കറിയാം എന്തിൻ്റെ പ്രതീകമാണ് കുബ്ബ? കുബ്ബ മുല്ലയുടെ മൊട്ടാണ് കേട്ടോ. അതാണ് എൻ്റെ പ്രതീകം. ഇത് എവിടുന്നാ വരുന്നത്? ലോകത്താദ്യമായിട്ട് ഈ തരത്തിലുള്ള ഈ കുബ്ബയുടെ ആദ്യത്തെ പരീക്ഷ നടന്ന എവിടെയാണ്? അത് ബാബിലോണിയയിൽ, അവിടുത്തെ നക്ഷത്ര നിരീക്ഷണാലയത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെട്ടത്. പിന്നീട് അത് പേർഷ്യൻ വാസ്തുശില്പകലയുടെ ഭാഗമായിട്ട് മാറി. പിന്നെ അത് ഇൻഡോ പേർഷ്യൻ വാസ്തുശില്പകലയുടെ ഭാഗമായിട്ട് ഇത് വന്നു. അതുകൊണ്ട് നല്ല കുബ്ബ ഉണ്ടാക്കുകയാണെങ്കിൽ അടിയിൽ പാറ്റേൺസ് ഉണ്ടാവും അല്ലേ? അങ്ങനെ കാണില്ലേ? അങ്ങനെ മാത്രമല്ല അത് ഉണ്ടാവുക. നല്ല കുബ്ബ ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ കാണാൻ ഒരു പാറ്റേൺസ്. ഇതാണ് ഈ മൊട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഇസ്ലാമിൻ്റെ ഈ പള്ളികളിലൊക്കെ തന്നെ, മിനാരങ്ങളിലൊക്കെ തന്നെ വളരെ പാരിസ്ഥിതികമായ കൽപ്പനകൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇസ്ലാം ഈ പ്രതിമാ ആരാധനയും വിലക്ക് കൽപ്പിച്ചപ്പോൾ അത് ലോകത്ത് അത് കലയിലെ അമൂർത്തതയെ അസാധാരണമായി സ്വാധീനിച്ചു. നമ്മൾ മോണ്ട്രിയാനെ പോലുള്ള ആധുനിക ചിത്രകാരന്മാരെ നോക്കിയാൽ, മത്തീസിനെ പോലുള്ള ആധുനിക ചിത്രകാരന്മാരെ നോക്കിയാലും അവരൊക്കെ വലിയ തോതിൽ ഈ അമൂർത്തത സ്വാധീനിച്ചു. ഈ അമൂർത്തത എന്ന് പറയുന്നത് യൂറോപ്പ് അതിനെ പരിചയപ്പെടുന്നത് ഇസ്ലാമിക് സ്പെയിനിലൂടെയാണ്. അവിടെയാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ ബിജാപ്പൂര് ഗോൽകുംബസ് കാണാൻ പോവാണ്. ബിജാപ്പൂർ സുൽത്താൻമാരുടെ നിർമ്മിതി. ഗോൽകുംബസ് കാണാൻ പോയപ്പോൾ എനിക്ക് കന്നഡയൊക്കെ അറിയാവുന്നത് കൊണ്ട് അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞു, ഈ ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മാന്ത്രിക ശബ്ദം കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കുബ്ബ ഇങ്ങനെ തുടങ്ങുന്നിടത്തൊരു വൃത്തത്തിൽ ഒരു പ്രദക്ഷിണ വഴി പോലെയുണ്ട്, അങ്ങനെ നടക്കാം, അവിടേക്ക് പോകാം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. നമുക്കടുത്തില്ല. ചെന്നിട്ട് അയാൾ ഒരു ചെറിയ കടലാസ് കഷ്ണം എടുത്തിട്ട് ഒന്നിങ്ങനെ ആക്കിയുള്ളൂ. അത് അഭൗമവും അസാധാരണവുമായ ഒരു മുഴക്കമായിട്ട് അതിങ്ങനെ അതിനകത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. അത് സംഗീതമാണ്. അതാണ് ശൂന്യത എന്ന് നമ്മൾ ധരിക്കുന്നത് അത്ര ശൂന്യമല്ല കേട്ടോ. ശൂന്യത ഒരു ഓടക്കോളിൽ നിന്ന് ഒരു ഓടക്കോളുണ്ടാക്കി അതിന് കൃത്യമായ തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഊതിയ ഒരു ശബ്ദം പറ്റില്ല അല്ലേ, ഫൂന്നുണ്ട്. പക്ഷേ ആ ശൂന്യതയാണ് ആര്? ബാംസുരി വാദനം നടത്തുന്നയാൾ, ഓടക്കുഴൽ വായിക്കുന്നയാൾ ആ തുളകളിലിങ്ങനെ ചുണ്ടങ്ങട് ചേർക്കുമ്പോഴാണ് ആ ശൂന്യത മുഴുവൻ സംഗീതമായി പുറത്തു വരുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഇത് വളരെ പ്രകടിതമായിട്ട് ഈ കുബ്ബകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ചും ബിജാപ്പൂരിലൊക്കെ തന്നെ അവർ ഈ ശൂന്യതയെ ദൈവീകമായ മുഴക്കമായിട്ട് അവരതിനെ കാണുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് സൂഫിസം വാസ്തുശില്പകലയിൽ അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്ന്. ധാരാളം ഉദാഹരണമുണ്ട്.
ധാരാളം ഉദാഹരണങ്ങളുണ്ടാവും. സമർഖണ്ഡിലൊക്കെ ധാരാളം നിർമ്മിതികളുണ്ടാവും, എത്രയോ ഉദാഹരണങ്ങളുണ്ടാവും. അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് അത് മാറും. അപ്പം സംഗീതത്തെ സ്വാധീനിക്കും. സൂഫി പോയട്രി അല്ലേ, എത്രയോ ഗസലുകളിൽ ഈ സൂഫി അല്ലേ, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് എത്രയോ ഗീതങ്ങളുണ്ടായിട്ടില്ല അല്ലേ. എ.ആർ. റഹ്മാൻ വരെ പാടിയിട്ടില്ല. അദ്ദേഹം അവിടെ ഉറൂസിന് വരുന്നതാണ്, ചെല്ലുന്നതാണ് പലപ്പോഴും. വലിയ പാട്ടുകാരനല്ലേ. അപ്പൊ സംഗീതത്തില്, ചിത്രകലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൂർത്തമായ ആവിഷ്കാരങ്ങളില്, വാസ്തുശില്പകലത്തില്, ധ്യാന പാരമ്പര്യത്തില് ഒക്കെ ഇതിങ്ങനെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഞാനതിനെ ആലങ്കാരികമായിട്ടൊരു കൽപ്പന ഞാൻ ഉപയോഗിക്കട്ടെ. തെറ്റാണെങ്കിൽ ഉസ്താദന്മാർ എന്നോട് പൊറുക്കുകയും ചെയ്യണം കേട്ടോ. ആലങ്കാരികമായിട്ട് ഞാൻ പറയാറുണ്ട്, ഈ സൂഫിസത്തിൻ്റെ ഹിറാ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു തെളിനീരിൻ്റെ കൈവഴി എന്നാണ് ഞാൻ എപ്പോഴും ഇതിനെ പ്രതീകാത്മകമായിട്ട് പറയുന്നത്. അതൊരു ധ്യാനത്തിലല്ലേ, ധ്യാനത്തിലല്ലേ ഇത് വരുന്നത്. ഇസ്ലാമിൻ്റെ വാളിലൂടെ ഒന്നല്ല വരുന്നത് അല്ലേ, അതൊരു ഡീപ്പ് മെഡിറ്റേഷനിലൂടെയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനൊരിക്കൽ ഒരു വേദിയിൽ വെച്ച് ഞാനൊരു ബുദ്ധിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ പ്രവാചകൻ ബുദ്ധനാണ് എന്ന് ഞാൻ പറഞ്ഞു. പ്രവാചകൻ ബുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ, എന്താ ഇത് പ്രവാചകനെ നിങ്ങൾ ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ബുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം സിദ്ധാർത്ഥ ഗൗതമൻ എന്നല്ല കേട്ടോ, സിദ്ധാർത്ഥ ഗൗതമൻ എന്നല്ല, മറിച്ച് ഈ വെളിച്ചം കിട്ടിയ ആളെയാണ് ബുദ്ധൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രബുദ്ധത കൈവരിച്ച ആൾ, അതാണ് പ്രജ്ഞ, അതിൻ്റെ പ്രബുദ്ധത കൈവരിച്ച ആള് എന്നതിനെയാണ് പറയുന്നത്. ആ പ്രബുദ്ധത BC-യിൽ സിദ്ധാർത്ഥ ഗൗതമന് ഗയയിലെ പിപ്പില മരത്തിൻ്റെ ചോട്ടിൽ നിന്നുണ്ടാവുന്നു, നബി തിരുമേനിക്ക് ഹിറാ ഗുഹയിൽ നിന്ന് ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ. ആ പ്രബുദ്ധത കൈവരിക്കുമ്പോൾ ആ വെളിച്ചവുമായി ജനതയ്ക്കിടയിലൂടെ നടക്കുകയാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, ഈ പിപ്പില മരത്തിൻ്റെ ചോട്ടിലേക്ക് പിന്നീട് സിദ്ധാർത്ഥ ഗൗതമൻ മടങ്ങിപ്പോയില്ല, ഹിറാ ഗുഹയിലേക്ക് നബി തിരുമേനിയും മടങ്ങിപ്പോയില്ല. പിന്നീട് ജനങ്ങൾക്കിടയിലായിരുന്നു ജീവിച്ചത്. ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്തത്. പിന്നെ മഹായാത്രകൾ. അപ്പം ഞാൻ പറയുന്നത്, ഈ സൂഫിസത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു ധാര, ആ ധ്യാനാത്മകമായ അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ അഴക്, ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അഴക്, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ വലിയ തോതിൽ മറ്റ് മതസ്ഥരെ കൂടി, ഈ സൂഫി വര്യന്മാർ മറ്റ് മതസ്ഥർക്ക് കൂടി വഴികാട്ടികളായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എത്രയോ വർഷക്കാലത്തെ ആത്മബന്ധമാണ് ഞാനും E.T. ഒക്കെ തമ്മിലുള്ളത്. അപ്പോൾ ഇത് എത്രയോ അങ്ങനെ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടാവും. മിക്കവാറും നമ്മുടെ സൂഫി ആചാര്യന്മാർ എല്ലാവരും തന്നെ പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ സമർഖണ്ഡിൽ നിന്ന് വന്നവരുണ്ട്, ഇറാഖിൽ നിന്ന് വന്നവരുണ്ട്, യമനിൽ നിന്ന് വന്നവരുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിത്യസഞ്ചാരികളാണ്. ഞാൻ ലക്ഷദ്വീപ് പോയപ്പോൾ അവിടെ 1-2 സൂഫി സ്ഥാനങ്ങളിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു, അവർ ഈ കച്ചവടക്കാരോടൊപ്പം ഈ കപ്പലുകളിൽ, അന്നത്തെ പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചെത്തി. ഇവർക്ക് അതിന് പ്രത്യേകിച്ച് ദേശമൊന്നുമില്ല. ദേശം ഒരിക്കലും സൂഫികൾ നിർവചിക്കില്ല. ദേശാതീതമായ കൽപ്പനകളിലൂടെയാണ് സൂഫികൾ കടന്നു പോവുക. അതൊരു വലിയൊരു പ്രത്യേകത. പിന്നെ ഞാൻ ഈ എപ്പോഴെങ്കിലും കുട്ടികൾ, നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഗുൽബർഗയിൽ പോകണം. അവിടെ മറ്റൊരു സൂഫി വര്യൻ്റെ ഒരു കബറിടമുണ്ട് ഗുൽബർഗ. അത് ബന്ദനവാസ് കിസുദിറാസ് അല്ലേ. കിസുദിറാസ് എന്ന് പറഞ്ഞാൽ നീണ്ട മുടി ഉണ്ട് എന്ന അർത്ഥമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു അർത്ഥം, അത്രയേ ഉള്ളൂ. നീണ്ട മുടി ഇങ്ങനെ വളർത്തിയിട്ടുള്ള ആളായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി കൗതുകകരമായൊരു ഹിസ്റ്ററിയാണ് കേട്ടോ. അദ്ദേഹം ഈ ഡക്കാനിൽ എത്താണ്ടായൊരു കാരണം വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അദ്ദേഹം ശരിക്കും ക്രിസ്ത്യൻ പാതയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ യോഗ്യവര്യനായിരുന്നു ബന്ദ നവാസ് ഗിസുദിദാസ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ തുഗ്ലക്ക് ഭരണ ബഹിഷ്കാരം കൊണ്ടൊന്നും നമ്മൾ ഉണ്ട് അല്ലേ, എന്തായാലും കേട്ടില്ലേ? ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റി. ഇങ്ങനെ പോയാലും മാറ്റേണ്ടി വരും കേട്ടോ. ഡൽഹിയിൽ നിന്ന് മറ്റുമാർക്ക് പാർക്കാൻ പറ്റാത്ത സ്ഥലമായിട്ട് ഡൽഹി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ഒരുപക്ഷെ സുൽത്താൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അയാളെങ്ങനെ ആളുകൾ പരിഹസിക്കുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹം വലിയൊരു ദീർഘദർശനാണ് ചെയ്തിട്ടുണ്ടാവുകയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ദേവഗിരി എന്ന് പറയുന്ന ഔറംഗാബാദ് പ്രദേശത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ധാരാളം ആളുകൾ എല്ലാവരോടും അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടമായിട്ടൊരു പലായനം നടന്നിട്ടാണ് വരുന്നത്. എവിടുന്ന് വരണം? ഡൽഹിയിൽ നിന്ന് മധ്യ ഇന്ത്യയിലേക്ക് ഇങ്ങനെ നടന്നു വരിക. അതിൽ ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ചാ വരുന്നത്. അത് ഒരു വർഷക്കാലം നീണ്ടു നിന്ന യാത്രയാണ്. ആ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് വന്ന ആ മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ, അവിടെ എത്തിയ ഉടനെ തന്നെ സുൽത്താൻ്റെ ഓർഡർ വന്നു, തിരിച്ച് ഡൽഹിക്ക് തന്നെ മടങ്ങണം അല്ലേ, അവിടേക്ക് തന്നെ മാറ്റി, ഔറംഗാബാദിൽ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു യാത്ര, ഹിജറ തന്നെ അല്ലേ, ഹിജറയാണിത്, തന്നെയാണ് ഹിജറ എന്ന് പറയുന്നത്. അതൊരു ഹിജറയാണ്. ഇവിടെ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കുള്ള ഹിജറ. അതിന് പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ടും അതിന് തിരിച്ച് പോകുന്നതിനിടയ്ക്ക് ഈ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ അവിടെ കബറടക്കി. അദ്ദേഹത്തിൻ്റെ മകൻ, ഈ കുഞ്ഞ് മറ്റുള്ളവരോടൊപ്പം ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊപ്പം തിരിച്ചു പോവുകയും പിൽക്കാലം ക്രിസ്ത്യൻ പാതയിലുള്ള വലിയ യോഗ്യവര്യനായിട്ട് മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ ഉപ്പയുടെ കബറിടം അന്വേഷിച്ച് വീണ്ടും യാത്ര ചെയ്യുക ശിഷ്യന്മാരോടൊപ്പം. അങ്ങനെ വീണ്ടും വരിക, ഡക്കാൻ പീഠഭൂമിയിലേക്ക് അദ്ദേഹം വീണ്ടും വരികയും, അപ്പോൾ ഈ ഡക്കാനി സുൽത്താൻമാർക്ക് അവരുടെ ഗുരുനാഥനെയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സുൽത്താൻമാർ അദ്ദേഹത്തോട് അപേക്ഷിച്ചാണ്, അങ്ങ് ഞങ്ങളുടെ ഗുരുനാഥൻ മെൻറ്ററായിട്ട് ഇവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിനൊരു മദ്രസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സുൽത്താൻ. അത് നിങ്ങൾ ഗുൽബർഗയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടം പോലെ തന്നെ പ്രധാനമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ആ മദ്രസ കെട്ടിട, പഴയ കെട്ടിട. അതിൻ്റെ ചരിത്രം പറയുന്നത് എന്താ പറയുക നിങ്ങൾക്ക്? ധാരാളം ഹിന്ദുമത പണ്ഡിതന്മാരും പൂജാരിമാരും യോഗിമാരും അല്ലെ, ഹിന്ദുമതത്തിൻ്റെയൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സന്യാസിമാരുമൊക്കെ ഈ മദ്രസയിലേക്ക് വന്നിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത് എന്താ? ഫിലോസഫിക്കലായിട്ട് ഡിസ്കഷൻ. നമ്മളെ പോലെയുള്ള ചെറിയ കാര്യങ്ങളല്ലല്ലോ അല്ലേ. ജീവിതം, മരണം, മഹാദർശനങ്ങൾ, ഇതൊക്കെയാണല്ലോ അല്ലേ. ദൈവത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പനങ്ങൾ, ഇതൊക്കെ ആവുമല്ലോ ചർച്ച ചെയ്യാം. ആ പാത ഇങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹിന്ദു പണ്ഡിതന്മാരും സന്യാസിമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇപ്പോഴും അത് എല്ലാ മതസ്ഥരുടെയും ഒരു അവർ തീർത്ഥാടനത്തിന് വരുന്ന ഒരു പ്രദേശമായിട്ട് അത് മാറും. അതാ ഞാൻ പറയുന്നത്, നീളം ഈ സൂഫികൾ കൊണ്ടുവന്ന ഒരു സാമുദായികമായ ഐക്യം എല്ലാവർക്കും അറിയാം. ആത്യന്തികമായി നോക്കിയ ദൈവം ഏകനാണ് അല്ലേ. ഏകനായ ദൈവം എന്ന് പറയുന്ന സങ്കല്പം എല്ലായിടത്തും ഉണ്ട്. അതല്ലിപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനം അതല്ലേ, കബീർദാസ്, സൂർദാസ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ശിവയോഗിമാരുടെ ഭക്തിപ്രസ്ഥാനം അല്ലെങ്കിൽ വൈഷ്ണവയോഗിമാരുടെ ഭക്തിപ്രസ്ഥാനം ഒക്കെ ഏകദൈവതയുടെ മഹത്വമാണ് അവർ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇവർ കൊണ്ടുവന്ന ഒരു വലിയ ലോകം. നമ്മളീ പറയുന്ന പോലെ
വെറുപ്പായി വിദ്വേഷമായി. ഇപ്പം ഞാൻ ലത്തീഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളിപ്പോൾ ഈ സംസാരം ഉണ്ടല്ലോ, ഈ സംസാരത്തിൽ നിന്ന് ഒരു ചെറിയൊരു ക്ലിപ്പറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഇട്ട് നോക്ക്. തെറിയോട് അഭിഷേകവും എനിക്ക് വരുന്നത് കുറെ കാലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈയിടെ തന്നെ ഒരു പോഡ്കാസ്റ്റ് വന്നപ്പോൾ അതിൽ വാര്യംകുന്നൻ്റെ കൂടെ ധാരാളം ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും പോരാളികളായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാളിൽ വന്ന് മുട്ടം തെറിയാണ്. അപ്പോൾ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരു ലോകമാണ്. പക്ഷേ സൂഫികളെ ചേർത്ത് പിടിച്ചവരൊക്കെ തന്നെയും ഈ വെറുപ്പിനെതിരെ വിദ്വേഷത്തിനെതിരെയുള്ള മഹായാത്രകളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുകൂടി നമ്മൾ കാണും. ഇനി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. പ്രിയപ്പെട്ട ഈട്ടി വന്നിട്ടുണ്ട്. ഇനിയും സൂഫികളെക്കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, അല്ലേ? ഇവരിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കൽ മാത്രമാണ്. ഒരു സാമൂഹ്യ നിർമ്മിതിയിൽ, രാഷ്ട്ര നിർമ്മിതിയിൽ ഇവർക്ക് വലിയ പങ്കില്ല. അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ തെറ്റാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല ധാരകൾക്കും ആത്മീയമായ ഉണർവ് പകർന്നത് സൂഫികളാണ്. ഉടനീളം കാണാൻ പറ്റും. നിങ്ങൾ മമ്പറം തങ്ങളുടെ കാര്യം നോക്കൂ, അല്ലേ? മമ്പറം തങ്ങളെ നമ്മൾ സൂഫി വരും തന്നെയായിരുന്നല്ലോ അദ്ദേഹം. പക്ഷെ മമ്പറം തങ്ങളെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് മാത്രമാണോ? ശക്തനായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി എന്നതുകൂടിയാണ് മമ്പറം തങ്ങളുടെ അടയാളപ്പെടുത്തുന്നത്, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഈ ധാരയിലും എത്ര സൂഫി യോഗികൾ. എന്തായാലും അതിനൊരു കാരണമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അടിമത്തത്തെ അംഗീകരിക്കുന്നില്ല, അല്ലേ? മനുഷ്യരെ അടക്കി ഭരിക്കാൻ പാടില്ല. മനുഷ്യർക്ക് മനുഷ്യരോട് പേടി ഉണ്ടാവാൻ പാടില്ല. അത് പ്രധാനപ്പെട്ടൊരു കാരണം. അതുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ വലിയ ആശയം മമ്പറം തങ്ങളുടെ മകൻ ഫദൽ പൂക്കോയ തങ്ങൾ, അദ്ദേഹം ഇവിടെ ഈ പ്രബോധനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ ദളിത് ജനവിഭാഗങ്ങളോട് അദ്ദേഹം നടത്തുന്നൊരു വലിയ കൽപ്പനയുണ്ട്. എന്താണ്? ഒരിക്കലും നിങ്ങൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഉച്ഛിഷ്ടം ഇനി ഭക്ഷിക്കാൻ പാടില്ല എന്ന്. ചെറിയ മാറ്റമൊന്നുമല്ല. അവർ വലിയ സോഷ്യൽ റിഫോർമേഷന് വലിയ കാരണമായിട്ട് അവർ മാറി. മമ്പറം തങ്ങളുടെ സന്നിധിയിൽ ദളിത് ജനവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ വരുമ്പോൾ അദ്ദേഹം വളരെ നിർബന്ധിച്ചത് മാറുമറയ്ക്കുക തന്നെ വേണം എന്നുള്ള. ആലോചിക്കും, ഈ ഒരു ആശയം എങ്ങനെയാണ് പൊതു ആശയമായി പിന്നീട് നവോത്ഥാനത്തിൻ്റെ ആശയമായിട്ട് മാറിയത് നമുക്ക് കാണാൻ പറ്റും. ഉടനീളം വലിയ പേടിയായിരുന്നു കേട്ടോ. ചെറിയ പേടിയൊന്നുമല്ല. അവരൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ മട്ടന്നൂർ കലാപം കഴിഞ്ഞപ്പോൾ ഫതപ്പൂക്കോയ തങ്ങളോട് ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ആളുകളെ ഉണർത്തുന്ന പണി തങ്ങൾ നിർത്തണം. അത് നിർത്താൻ പറ്റില്ലെങ്കിൽ നാട് വിട്ട് പോയേ പറ്റൂന്നാണ്. അങ്ങനെയാണ് നാട് കടത്തുന്നത് നിർബന്ധിച്ച്. ഫതൽ പൂക്കോയ തങ്ങൾ പിന്നീട് എവിടെ എത്തി? അദ്ദേഹം പിന്നീട് തുർക്കിയിൽ ഫതൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ കബറിയുടെ മോഡലില്ല, അദ്ദേഹം ലോക പൗരനായിട്ട് മാറുക. അപ്പോൾ ഉടനീളം കാണാൻ പറ്റും. ഉടനീളം ഈ തരത്തിലുള്ള സൂഫികളുടെ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ലോകം. അവര് നേരിട്ട ഒരു പോരാട്ടത്തിൽ ഇറങ്ങുകയല്ല ചെയ്ത്, മറിച്ച് പോരാളികൾക്ക് അവര് വലിയ തോതിൽ പ്രാർത്ഥന കൊണ്ട് ഊർജം പകർന്നു നൽകി എന്നുള്ളത് അവരുടെ വലിയ സംഭാവനയായിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഉടനീളം അങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റി. അത് സുൽത്താൻമാരുടെ മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തന്നെ ഈ പറയുന്ന എപ്പോഴാണ് ഈ വെറുപ്പിൻ്റെ വന്ന്? നമ്മൾ ഇൻഡോ പേഴ്ഷ്യൻ വാസ്തുശില്പം എന്നാണ്. എപ്പോഴെങ്കിലും കുടകിൽ പോവുകയാണെങ്കിലേ, സാധാരണയായിട്ട് കുടകിൽ പോകുമ്പോൾ മടിക്കേരീൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വലിയൊരു കുബ്ബ കാണാം. ഒരു ദൂരത്തുനിന്ന് വലിയൊരു കുബ്ബ ഇങ്ങനെ കാണുന്നൊരു ഇത് കാണാം. രണ്ട് തരത്തിലാണ് ആളുകൾ കാണാം. ഒന്ന് അത് കുബ്ബയാണ്, അത് പള്ളിയാണ് എന്ന് ഉറപ്പിച്ചിട്ട് കുറച്ച് ഫെനാറ്റിക്കായ ആളുകൾ കാണാൻ പോവില്ല, അല്ലേ? അങ്ങനെയാണല്ലോ. അത് പള്ളി കൊണ്ട എന്ന്.
അതുണ്ടാവും. പക്ഷെ ചിലരെന്ത് ചെയ്യും, അല്ല എന്താ ഇത് പള്ളിയാണെങ്കിലും ഒന്ന് കാണാമല്ലോ അല്ലേ, പള്ളികൾക്ക് മനോഹാരിതയില്ല ഉണ്ട്. ഞാൻ ബിജാപ്പൂർ ഗോൽഗുംബസ് പോകണോ അല്ലെങ്കിൽ ഞാൻ ബിദറിൽ പോകണോ, അതുപോലെ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, അത് പള്ളിയല്ല, അതൊരു ക്ഷേത്രമാണ്. കുടക് രാജാക്കന്മാരുണ്ടാക്കിയ ക്ഷേത്രമാണ്. അവരുപയോഗിച്ചതോ സൂഫികൾ കൊണ്ടുവന്ന് അതിലൂടെ വന്ന ഇൻഡോ പേഴ്സ്യൻ ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പ കലയിലൂടെ ഒരു ഹിന്ദു ക്ഷേത്രവും പണിയാമെന്ന് പറയുന്ന ഒരു വലിയ മാതൃക മുന്നോട്ട് വെച്ചു. അത് ശരിക്കും ക്ഷേത്രമാണ്. അപ്പം അതിരുകളില്ലാത്ത ഇത്തരത്തിലുള്ള വലിയ ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഈ സ്നേഹത്തിൻ്റെ ആശയം അവർ മുന്നോട്ട് വെച്ചു. അവരെന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു നല്ല അമ്പ് തൊടുക്കുന്നത് പോലെയാണ് എന്ന് ഞാൻ പറയും. അമ്പ് തൊടുക്കുന്നത് പോലെയാണ്. ഈ പോരാളികളൊക്കെ അമ്പുകളാണ്, പക്ഷെ തൊടുത്തതാര് എന്നുള്ളത് ചോദിക്കുന്നത് പോലെ ഇവർക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് അളവറ്റ ഊർജം പകർന്നു നൽകി എന്നത് സൂഫികൾ എങ്ങനെയാണ് ഒരു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അവർ വഹിച്ച പങ്ക് എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഞാനിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൊല്ലൻ്റെ ആലയിൽ കൊണ്ടിട്ട് സൂചി വെക്കാൻ വരുമ്പോഴേ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വെക്കാൻ പോവാ അല്ലേ? ആരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സൂചി ഉണ്ടെങ്കിൽ, ആ കൊല്ലൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സൂചി ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാലോ. എൻ്റെ കയ്യിലില്ലാത്തൊരു സൂചി എൻ്റെ കയ്യിലുണ്ട്, ഒന്ന് വാങ്ങുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞതുപോലെ. അപ്പം ഇതൊക്കെ പഠിക്കുക കേട്ടോ, പോവുക. ഇവരെ കൂടെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ പ്രാർത്ഥനാപൂർണ്ണം സഞ്ചരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഏറ്റവും പ്രധാനമായ കാര്യം ഇവർ ലാളിത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായ കാര്യം. സൂഫികളത് സ്വീകരിച്ചത് തീർച്ചയായിട്ടും പ്രവാചകനിൽ നിന്ന് തന്നെയാണ് അല്ലേ? പ്രവാചക ചരിത്രത്തിൽ ഈ പട്ടൊക്കെ കുറേശ്ശെ കച്ചവടത്തിലൂടെ പട്ടമൊക്കെ കിട്ടാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിൽ പ്രവാചകനൊരു ചീനപ്പട്ടിൻ്റെ ഒരു കഷ്ണം സമ്മാനിക്കുന്നൊരു സന്ദർഭമുണ്ട്. പക്ഷെ പ്രവാചകൻ അത് സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല, അത് ഉമറിന് കൊടുക്കുക, ഒന്നും വേണ്ട എന്ന്. അവസാന കാലഘട്ടത്തിൽ ഈ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുമ്പോഴും ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ മെത്തകളിലേക്ക് കിടന്നിട്ടുള്ളൂ. വേറൊറ്റ കാര്യം നോക്കിയാൽ മതി, പടയെങ്കിൽ പണയം വെച്ച് കുറച്ച് ബാർലി മേടിക്കുന്നൊരു സന്ദർഭമുണ്ടല്ലേ. അപ്പം ഇന്ന് എന്താ ലാളിത്യം മനസ്സിലാക്കാം അല്ലേ? ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന. മാത്രമല്ല ഈ പ്രവാചകൻ്റെ ഒരു ആശയം, ബുദ്ധൻ്റെയൊക്കെ ഒരു ആശയത്തിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ സാമ്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ മാധ്യമിക ദർശനമാണ്. ഒന്നിനോടും വലിയ ആസക്തിയും വേണ്ട, ഒന്നിനോടും വിരക്തിയും വേണ്ട. തീവ്രത എന്ന് പറയുന്നത് ഇല്ല. ശരിക്കും തീവ്രതയുടെ ഒരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നില്ല. വിമോചനത്തിൻ്റെ വലിയ ആശയങ്ങൾ അത് ഉൾക്കൊണ്ടിട്ട് ഉണ്ട് താൻ. സൂഫികൾ അത് കൊണ്ടുവന്നു. ആ വഴിയിലൂടെയാണ് സൂഫികൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഉടനീളമുള്ള സൂഫികളുടെ ഈ തരത്തിലുള്ള ദർഗകൾ ഒക്കെ ഇവിടെയല്ലേ അല്ലേ? കബറിടം കൊണ്ട് മാത്രം ആവണമെന്നില്ല, ഓർമ്മകൾ കൊണ്ടും ഇങ്ങനെ വരാം അല്ലേ? അതാണ് അജ്മീർ ഗേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയും സംഭവിക്കാം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങൾ ഇവിടെ വന്നതായിട്ടും നമുക്കറിയില്ലല്ലോ. ഇവിടേക്കൊന്നും ദക്ഷിണേന്ത്യയിലേക്ക് അധികം വന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ചരിത്രത്തിൽ നിന്നും വന്നിട്ടില്ല. പക്ഷെ അതല്ല നമ്മൾ കാണുന്ന ഓർമ്മകൾ അല്ലേ? ആ ഓർമ്മകൾ പ്രാർത്ഥനാ നിർഭരമായൊരു സാന്നിധ്യം ഉണ്ടാവും. ആ സാന്നിധ്യത്തിലേക്ക് എല്ലാവരും വരട്ടെ. എനിക്ക് നല്ല മാതൃകയായിട്ട് എനിക്ക് കഴിഞ്ഞ പിന്നെ പ്രവാചകൻ്റെ 1500 വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാറുകളിലേക്കൊക്കെ എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിച്ചിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്ലാമോഫോബിയയുടെ ഒരു കാരണം ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാവരും നമ്മൾ ഇസ്ലാമോഫോബിസ്റ്റുകളെ മുഴുവൻ വെറുക്കാൻ പോണ്ട, അവർക്ക് അജ്ഞതയുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളുടെ ഇതേപോലൊരു സമ്മേളനത്തിൽ പ്രവാചക തിരുമേനിയെക്കുറിച്ച് സംസാരിച്ച് ഇറങ്ങി വന്നപ്പോൾ 2-3 RSSകാർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങയുടെ പ്രഭാഷണം വളരെ നന്നായി, ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് എന്ന് പറയും. അത് വെറുക്കണ്ട, വെറുക്കുന്നവരെയൊക്കെ തന്നെ എന്താ പറയുക, ഈ സ്നേഹത്തിൻ്റെ ഈ പുതപ്പ് കൊണ്ട്
പുതപ്പിക്കുക. ആ സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് പുതപ്പിക്കുക. സ്നേഹനിർഭരമായ, പ്രാർത്ഥനാനിർഭരമായ ഒരു വഴിയിലൂടെ ഐക്യത്തിൻ്റെ വരും. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പേടിക്കുകയോ വേണ്ട. വെറുപ്പ് ഭക്ഷിച്ച അനേക വർഷങ്ങൾ ഒരു ജനതയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ചരിത്ര ബോധ്യത്തിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. അങ്ങനെ ഉള്ള ഒരു കാരാട് അജ്മീർ ഉറൂസിൻ്റെ ഭാഗമായി ഈ അജ്മീർ ഗേറ്റിലെ ഈ വലിയ സ്ഥാപനത്തിൽ വരാനും ഞാൻ അറിഞ്ഞ സൂഫികളെക്കുറിച്ച്, ഞാൻ സഞ്ചരിച്ച വഴി ഞാൻ പരിചയപ്പെട്ട സൂഫികളെക്കുറിച്ചൊക്കെ പറയാൻ സാധിച്ചതിൽ, പ്രത്യേകിച്ചും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ സൂഫികൾക്കുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനിപ്പോൾ ഒരു ലേഖനത്തിൽ ഞാനത് വിവരിച്ചിട്ടുണ്ട്. ഇനിയുള്ളൊരു പുസ്തകത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. എന്തായാലും അതിയായ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട ഇ.ടി. അദ്ദേഹം വളരെ തിരക്കുള്ള വലിയ രാഷ്ട്രീയ നായകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആരുടെയും സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.